Hello designers, welcome back to uxuimania. ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ ഒരു 10 ഫേവററ്റ് ഫോണ്ടുകൾ, ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട് കളക്ഷനിൽ, പക്ഷേ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 ഫേവററ്റ് ഫോണ്ടുകൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ 10 ഫോണ്ടുകളും ഫ്രീ ആയിട്ടുള്ള ഫോണ്ടുകളാണ്. അത് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഡിസൈനുകൾ മോർ അപ്പീലിംഗ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് കൂടുതലും പ്രിന്റ് മീഡിയ ഡിസൈനേഴ്സിനായിരിക്കും ഉപയോഗം. ഇത് വെബ്സൈറ്റുകൾക്കും മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം ഫോണ്ടുകൾ. ഇത് പ്രിന്റ് മീഡിയ ഡിസൈൻസുകൾ, പോസ്റ്ററുകൾ, ബ്രൗഷേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണ്ടുകൾ 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബോൾഡ് ആൻഡ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടാണ്. അത് ഫോണ്ടുകളുടെ ഈ വളരെ തിക്കായിട്ട് യൂസ് ചെയ്യേണ്ടുന്ന ആവശ്യങ്ങളിൽ, അത് പ്രത്യേകിച്ചും ടൈറ്റിലുകളും ചില പോസ്റ്റർ ഡിസൈനുകൾക്കൊക്കെ തന്നെ നമുക്ക് ടൈറ്റിൽസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ബോൾഡിഷ് ആയിട്ടുള്ള ഒരു സൂപ്പർബ് ഫോണ്ടാണ് ബോൾഡ് ആൻഡ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് കൊടുത്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ചില പ്രത്യേക പർപ്പസുകളിൽ ഈ ഫോണ്ട് എസ്പെഷ്യലി ഓർത്തിരിക്കുക, അത് ബോൾഡ് ആയിട്ടുള്ള ചില ഹെഡിങ് ഫോണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബോൾഡ് ആൻഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് തന്നെ. ഇത് വളരെ മനോഹരമായ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടാണ് ബോൾഡ് ആൻഡ് ഡിസ്പ്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫോണ്ട് പരിചയപ്പെടാം. ഹാൻസൺ ബോൾഡും അതുപോലെ തിക്കായിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നതിൻ്റെ പ്രിവ്യൂ കണ്ടാൽ മനസ്സിലാവും. ആ ഫോണ്ട് എഴുതിയിരിക്കുന്ന ലോവർ കേസിൻ്റെ അപ്പർ കേസിൻ്റെ ഒക്കെ സ്റ്റൈൽ കണ്ടാൽ വളരെ പ്രൊഫഷണലാണ്. അതിൻ്റെ ആ ഒരു ഫോണ്ടിങ് സ്റ്റൈൽസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ ഇൻ്റർനാഷണൽ ഡിസൈൻസുകൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒബേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോണ്ടുകളാണ്. ഇത്തരത്തിലുള്ള കുറച്ച് ഫോണ്ടുകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫോണ്ടുകളിൽ നിന്ന് മാറി ഇത്തരം ഫോണ്ടുകൾ നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻസുകൾക്കും കുറച്ചും കൂടെ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പറ്റും, കുറച്ചും കൂടെ മോർ ഒരു ഇൻ്റർനാഷണൽ ഫീൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഫോണ്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു കളക്ഷനാണിത്, ഹാൻസൺ. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് താഴെ ഫ്രീ ഫോൺസ് എന്ന് പറയുന്ന ഡൗൺലോഡിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഫോണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഫോണ്ട് എന്ന് പറയുന്നത് ന്യൂ മെഷീന എന്ന് പറയുന്നൊരു ഫോണ്ടാണ്. ഇതും എൻ്റെ ഫേവററ്റ് ഫോണ്ടുകളിലൊന്നാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡാണ്, വളരെ പ്രൊഫഷണലാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. അതിൻ്റെ ഒരു സ്റ്റൈലിങ്, അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. ഈ ഫോണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്ററുകൾ, ബ്രൗഷേഴ്സുകൾ പോലുള്ള ഡിസൈൻസുകൾ, ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ഫോണ്ട് യൂസ് ചെയ്തിരിക്കുന്ന രീതികൾ, അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്സ്, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ആപ്റ്റായിട്ട് എവിടെ എങ്ങനെയാണ് ബ്ലെൻഡ് ആവുന്നത്, ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള സ്റ്റൈലുകൾ നമ്മുടെ ഡിസൈനിലൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്ററുകൾ പോലുള്ള ഡിസൈൻസുകൾ ചെയ്യാൻ അത് വളരെ ഹെൽപ്പാവും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ന്യൂ മെഷീന എന്ന് പറയുന്നത് എൻ്റെ അതിമനോഹരമായ ഒരു ഫേവററ്റ് ഫോണ്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണ്യൂമെന്റ് എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നൊരു ഫോണ്ട് ഉണ്ട്. ഇറ്റ്സ് വെരി പ്രൊഫഷണൽ ഫോണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ ആണ്. വളരെ മനോഹരമായി എനിക്ക് വളരെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫോണ്ടാണിത്. അതിൻ്റെ അൾട്രാ ലൈറ്റ്, റെഗുലർ, ബോൾഡ് എന്നൊക്കെ പറയുന്ന ഫോണ്ടുകളുടെ യൂസേജ് വെരി പ്രൊഫഷണൽ സ്റ്റൈലിംഗ് ആണ്. അത് ചില പോസ്റ്റർ ഡിസൈൻസുകളിലൊക്കെ വളരെ പഞ്ചായിട്ട് നിൽക്കുന്ന ഒരു ഫോണ്ടിങ് സ്റ്റൈലാണ്. ഈ ഫോണ്ടും നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇറ്റ്സ് വെരി പ്രൊഫഷണൽ ആൻഡ് ബ്യൂട്ടിഫുൾ ഫോണ്ട്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ഫോണ്ട് പരിചയപ്പെടാം. അതാണ് പീസാൻസ്. അതും ഇതുപോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു ബോൾഡിഷ് ക്യാരക്ടേഴ്സ് നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും വളരെ എന്താ പറയുന്നത്, വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഫീൽ നമുക്ക് ഡിസൈനിലൂടെ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ബോൾഡ് ഫോണ്ടുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രത്യേക കാറ്റഗറിയിൽ, ആ ഒരു ബോൾഡിഷ് ആയിട്ടുള്ള ഹെഡിങ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഫോണ്ടാണ് ഇത് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റൈലിംഗ് കണ്ടാൽ മനസ്സിലാവും. വളരെ ബോൾഡിഷ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ഫോണ്ടിലേക്ക് പോകാം. അടുത്തതായിട്ട് ഗോഷ സാൻ ഫോണ്ടുണ്ട്. ഇറ്റ്സ് പ്രൊഫഷണൽ ഫോണ്ട്, വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കണ്ടാൽ സ്റ്റൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അതിനാണ് പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നത്. പ്രിവ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ ഒരു ഫീൽ യഥാർത്ഥത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സിന് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണ്ട്സുകൾ ഒരു പ്രത്യേക പാഷൻ തന്നെ ആയിരിക്കും അവർക്ക്. അത്തരം ഫോണ്ടുകളുടെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഡിസൈൻസുകൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡിസൈൻ സ്റ്റൈൽസിനെ അത് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോണ്ടുകളാണ് ഇത്തരത്തിലുള്ള ഹെവി ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഫോണ്ടുകൾ. ഓക്കെ, അടുത്ത ഫോണ്ട് നോക്കാം.
അടുത്തത് എലിക്സിയ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുന്നത് ഒരു ഫെമിനിൻ കൈൻഡ് ഓഫ് ഫോണ്ടാണ്. ആ ഒരു ഫോണ്ട് നമുക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില ഹെഡിങ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഫോണ്ടാണ്. അത് ഒരുപാട് സ്റ്റൈൽസുകൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ തന്നിട്ടില്ല. എനിവേസ് ആ ഉള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഡിഫറൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈല്. അത് ഇത്തരത്തിലുള്ള സ്പ്ലാഷി ആയിട്ടുള്ള ഡിസൈൻസിനൊക്കെ ഒരു ഹെഡിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ്. അത് നിങ്ങൾക്ക് പ്രോജക്റ്റുകൾക്ക് നല്ലതുപോലെ ചില പ്രോജക്റ്റുകളെ ഹൈലി ബ്രൈറ്റഡ് ആക്കി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ് എലിക്സിയ എന്ന് പറയുന്നത്. ഓക്കെ ഇനി ഞാൻ മറ്റൊരു ഫോണ്ട് പരിചയപ്പെടാം. അതാണ് അലക്സാന ന്യൂ എന്ന് പറയുന്ന ഫോണ്ട്. ഇതിൻ്റെ ഹെഡിങ് ഫോണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഫോണ്ട്സുകൾ അവൈലബിൾ അല്ല. ആ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ആ ഒരു ഫോണ്ട് വെച്ച് പേര് എഴുതിയാൽ തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തതിന് തുല്യമായി കഴിഞ്ഞു. അത് നല്ലൊരു പ്രതലത്തിൽ അതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ലെറ്റർ സ്പേസിംഗ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു പേര് എഴുതിയാൽ തന്നെ അത് മനോഹരമായിട്ടിരിക്കും. ഇത് ചില ഹെഡിങ് ഫോണ്ടുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണ്ടാണ്. ഇവിടുന്ന് ഫ്രീ ഡൗൺലോഡിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അടുത്ത ഫോണ്ട് പരിചയപ്പെടാം. ന്യൂറോൺ വളരെ മനോഹരമായ ഒരു പ്രൊഫഷണൽ ഫോണ്ടാണ്. ഇത് ചില പ്രിൻറ്റിംഗ് മീഡിയ ഡിസൈൻസുകൾക്ക് നമുക്ക് പോസ്റ്റർ ഡിസൈനിക്കൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫോണ്ടാണ്. അതിൻ്റെ ഒരു റണ്ണിങ്ങും അതിൻ്റെ ആ ഫോണ്ട് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ഒക്കെ തന്നെ ചില പ്രത്യേക ഡിസൈൻസുകളെ നമുക്ക് വളരെ ബ്യൂട്ടിഫൈ ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഫോണ്ടാണ്. ഇതിൽ വളരെ തിക്കല്ല, ഇത് വളരെ ബോൾഡിഷ് ആയിട്ടുള്ള മറ്റുള്ള ഫോണ്ടുകളെ പോലുള്ള ബോൾഡിഷ് അല്ല. എന്നിരുന്നാലും ചില ക്ലീൻ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് ചില ക്ലീൻ പർപ്പസുകൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രൊഫഷണൽ ഫോണ്ടാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ അടുത്തതായിട്ട് നോക്കാം. ഗോൺസെറാത്ത്. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ ഡിസൈൻസുകൾക്കൊക്കെ യൂസ് ചെയ്ത് വരുന്നൊരു ഫ്രീ ഫോണ്ടാണ്, ഒരു ഗൂഗിൾ ഫോണ്ടാണ് മോൺസെറാത്ത് എന്ന് പറയുന്നത്. മോൺസെറാത്തിൻ്റെ അതേ കാറ്റഗറിയിലുള്ള മറ്റൊരു ഫ്രീ ഫോണ്ടാണ് ഗോൺസെറാത്ത്. ഈ ഗോൺസെറാത്ത് നിങ്ങൾക്ക് ഈ ഡാഫോണ്ടിൽ വന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം അതിൻ്റെ ഹോൾ ഫാമിലി തന്നിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള തിൻ ഫോണ്ടുണ്ട്, അതിൻ്റെ എക്സ്ട്രാ ലൈറ്റ് ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന നല്ല തിക്കായിട്ടുള്ള ടൈപ്പ്. ഈ ഹോൾ ഫാമിലി എപ്പോഴും നമ്മുടെ കളക്ഷൻ ഉണ്ടായിരിക്കണം. കാര്യം മോൺസെറാത്തും ഈ ഗോൺസെറാത്തും രണ്ട് ഫോണ്ട്സുകളും എൻ്റെ ഫേവററ്റ് ഫോണ്ടുകളാണ്. ഇത് പ്രിന്റ് മീഡിയയ്ക്കും വെബായിട്ടുള്ള ഓൺലൈൻ പർപ്പസുകൾക്കും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണ്ടാണ്. ഇതിൻ്റെ ഹോൾ ഫാമിലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്തോളുക. ഓക്കെ അടുത്തായിട്ട് നമ്മുടെ 10ാമത്തെ ലാസ്റ്റ് ഫോണ്ട് ഏതാണെന്ന് നോക്കാം. എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഫോണ്ടാണ്. പ്രിന്റ് മീഡിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടാണ്. ഈ ഒരു ഫോണ്ടിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഡിസൈനറായ ഒരാൾക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫോണ്ട് വെച്ച് ജസ്റ്റ് ഒരു ഹെഡിങ് എഴുതിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്ലീൻനെസ് എന്താണ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതൊക്കെ. അത് ഒരുപാട് ഡിസൈൻസുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഫോണ്ടാണ്. ഈ ഫോണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല ഡിസൈൻസുകൾ കണ്ടാൽ അതിൻ്റെ പ്രിവ്യൂ കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ഒരു ക്ലീൻനെസ്, ആ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോണ്ടാണ്. ഈ ഒരു ഫോണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഹോൾ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രിവ്യൂ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈനിന് അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്ത് ശീലിക്കാൻ പറ്റും. അത് നമ്മുടെ ഡിസൈൻസുകളെ മോർ ബ്യൂട്ടിഫുൾ ആക്കും. വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫഷണൽ ഫോണ്ടുകളിൽ പെടുന്നതാണ്. അപ്പം ഈ 10 ഫോണ്ടുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻസുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, എസ്പെഷ്യലി ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് പരസ്പരം അറിയാവുന്ന നോളജുകളും അസറ്റ്സുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരുമിച്ച് വളർന്നു വരാം. അപ്പോൾ ഡിസൈനേഴ്സ്, അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.